മാങ്കൂട്ടത്തിലെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് നീക്കിയതോടെ നാഥനില്ലാ കളരിയായി യൂത്ത് കോൺഗ്രസ്. കഴിഞ്ഞ 5 ദിവസമായി പകരം താൽക്കാലിക ചുമതല നൽകാൻ പോലും നേതൃത്വത്തിനായിട്ടില്ല. ഇതിനിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സംസ്ഥാന ഉപാധ്യക്ഷനും KC വേണുഗോപാൽ പക്ഷക്കാരനുമായ OJ ജനീഷിനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് ഷാഫി പറമ്പിൽ രഹസ്യ നീക്കം തുടങ്ങി. ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് പദവിയിൽ നിന്ന് നേതൃത്വം പുറത്താക്കിയത്. രാഹുൽ തെറിച്ചതോടെ ആ സ്ഥാനത്തിനു വേണ്ടിയുള്ള പിടിവലി മുറുകി. ഗ്രൂപ്പ് തിരിഞ്ഞ് പോരാരംഭിച്ചു. ആദ്യഘട്ടത്തിൽ പോര് യൂത്ത് കോൺഗ്രസിന്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിനുള്ളിൽ. രാഹുലിനെ പിറകിൽ നിന്ന് കുത്തിയത് അബിൻ വർക്കിയാണെന്നുള്ള തരത്തിൽ രാഹുൽ പക്ഷക്കാർ. അങ്ങനെയല്ലെന്ന് മറുവിഭാഗവും. പോര് കടുത്തതോടെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലിയാക്കി ദേശീയ നേതൃത്വം. അവിടെ തീർന്നു ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടൽ. അധ്യക്ഷനില്ലാതായി ഒരാഴ്ചയാകാറായിട്ടും പകരം ചുമതല പോലും ആർക്കും നൽകിയിട്ടില്ല. ബീഹാറിലെ വോട്ട് ചോരി യാത്രയിൽ രാഹുൽ ഗാന്ധിക്ക് പിന്തുണ അറിയിച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നടത്താനിരുന്ന ലോങ് മാർച്ച് അടക്കം മാറ്റി. ഗ്രൂപ്പ് പിടിവലിയിൽ തട്ടി പകരക്കാരനെ പോലും കണ്ടെത്താനാകാതെ കുഴങ്ങുകയാണ് ദേശീയ നേതൃത്വം. നിലവിൽ സംസ്ഥാന ഉപാധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ടും നേടിയ അബിൻ വർക്കിക്കാണ് രമേശ് ചെന്നിത്തല പക്ഷത്തിന്റെ പിന്തുണ. യൂത്ത് കോൺഗ്രസിന്റെ ചട്ടമനുസരിച്ച് സംഘടനയ്ക്കുള്ളിൽ മത്സരത്തിൽ രണ്ടാമതെത്തിയ ആളെ നിയമിക്കണമെന്നാണ് ആവശ്യം. ഇവിടെ മതസാമുദായിക പരിഗണനകൾ ഒന്നും നോക്കേണ്ട കാര്യമില്ലെന്നും അങ്ങനെയെങ്കിൽ യൂത്ത് കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് തന്നെ നടത്തേണ്ട കാര്യമില്ലെന്നും ചെന്നിത്തല പക്ഷം വാദിക്കുന്നു. സ്വാഭാവിക നീതി നടപ്പാക്കണമെന്ന കടുത്ത നിലപാടിലാണ് ചെന്നിത്തല വിഭാഗം. സംഘടനാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെങ്കിലും KM അഭിജിത്തിനെ സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്ക് നോമിനേറ്റ് ചെയ്യണമെന്നുള്ളതാണ് A ഗ്രൂപ്പിന്റെ ആവശ്യം. ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് അഭിജിത്തിനെ പരിഗണിക്കാതിരുന്നതിന് പകരം ഈ സ്ഥാനമെങ്കിലും നൽകണം. ബെന്നി ബെഹനാനും PC വിഷ്ണുനാഥും MK രാഘവനും അടക്കമുള്ളവർ ദേശീയ നേതൃത്വത്തെ ഇക്കാര്യം നേരിൽ കണ്ടറിയിക്കുകയും ചെയ്തു. അതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് ഉപാധ്യക്ഷനും KC വേണുഗോപാൽ പക്ഷക്കാരനുമായ OJ ജനീഷിനു വേണ്ടി ഷാഫി പറമ്പിൽ രഹസ്യ നീക്കം ആരംഭിച്ചത്. ബിനു ചുള്ളിലിന് പ്രായപരിധി തിരിച്ചടിയാകുമെങ്കിൽ ആ സ്ഥാനത്തേക്ക് സംഘടനയ്ക്കുള്ളിൽ തന്നെ ഉള്ള OJ ജനീഷിനെ പരിഗണിക്കാമെന്നുള്ളതാണ് ഷാഫിയുടെ ആവശ്യം. ഷാഫി സംസ്ഥാന പ്രസിഡന്റായിരിക്കെ തൃശൂർ ജില്ലാ പ്രസിഡന്റായിരുന്നു ജനീഷ്. I ഗ്രൂപ്പുകാരനായ ജനീഷ് പിന്നീട് KC പക്ഷത്തേക്ക് മാറുകയായിരുന്നു. അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ തനിക്കൊപ്പം നിൽക്കുന്ന ധാരണ കൂടിയുണ്ട് ഷാഫിക്ക്. യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വമാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടതെങ്കിലും KPCC നേതൃത്വത്തിന്റെ നിലപാടും നിർണായകമാകും. ഒറ്റയടിക്ക് തീരുമാനമെടുക്കാനാകുന്ന സാഹചര്യമല്ല നിലവിലുള്ളത്. അബിൻ വർക്കി അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നാൽ രാഹുൽ പക്ഷക്കാർ രാജിവെക്കുമെന്നാണ് മുന്നറിയിപ്പ്. സംഘടനയ്ക്ക് പുറത്തുനിന്നുള്ള ആരെങ്കിലും കൊണ്ടുവന്നാൽ മറ്റു ഗ്രൂപ്പുകാർ അംഗീകരിക്കില്ലെന്ന ആശങ്കയുമുണ്ട്. ചുരുക്കത്തിൽ ദേശീയ നേതൃത്വം ആരെ തീരുമാനിച്ചാലും ഒരു വിഭാഗം വിയോജിക്കുമെന്നുറപ്പാണ്. മുതിർന്ന നേതാക്കൾ തന്നെ അധ്യക്ഷ പദവി ആവശ്യപ്പെട്ട് രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ ദേശീയ നേതൃത്വത്തിന്റെ പരിഹാരവും അകലെയാണ്. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.